അമ്മേ എന്തുണ്ടേ? Hey, what's up guys? My name is Jithin John. Welcome to Zbox. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈഡ്രജൻ ജനറേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ വെച്ചിട്ട് നമ്മളിന്ന് കുറച്ച് ടെസ്റ്റുകൾ, കുറച്ച് എക്സ്പീരിയൻസ്, കുറച്ച് ബ്ലാസ്റ്റിംഗ് അതൊക്കെയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് വേണ്ടേ? അപ്പോൾ നേരെ നമ്മൾ പരിപാടി തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ എടുത്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ 2.5 ലിറ്ററിൻ്റെ ബോട്ടിലാണിത്. ഓൾമോസ്റ്റ് ഒരു 12 സെൻറ്റിമീറ്ററോളം വ്യാസവും അതുപോലെ തന്നെ 23 സെൻറ്റിമീറ്ററോളം ഡെപ്തുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇലക്ട്രോളിസിസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ റാഡുകൾ നമുക്ക് ഇറക്കി, അതായത് ഒരു കുറച്ച് പ്ലേറ്റുകളൊക്കെ ഇറക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ ഇവിടെ ഒരു 2 ഹോൾസ് തുളയ്ക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് റാഡ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 8 സെൻറ്റിമീറ്ററിൻ്റെ അളവിൽ 2 ഹോൾസ് തുളയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എഡ്ജിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്ററോളം എടുക്കുകയാണ്. ഈ എഡ്ജിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്ററോളം എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ 2 ഇതിൽ നമ്മൾ ഹോളുകൾ തുളയ്ക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹോൾസ് തുളയ്ക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ ഹോളിൻ്റെ അളവ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇവിടെ 8 mm ത്രെഡഡ് ആയിട്ടുള്ള റാഡാണ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 mm ഹോൾ തന്നെ ഇവിടെ തുളയ്ക്കണം. അപ്പോൾ ഞാനിവിടെ 8 mm ഹോൾസ് ഇപ്പോൾ ഇവിടെ തുളയ്ക്കുകയാണ് ഈ മാർക്കിങ്ങിൽ. ഇതിപ്പോൾ ഞാൻ ഹോളുകളൊക്കെ തുളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 8 mm റാഡാണ്, ത്രെഡഡ് ആയിട്ടുള്ള റാഡാണ് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റാഡ് എടുക്കുന്നതിന് മുന്നായിട്ട്, കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് നമുക്ക് എത്ര വേണം നോക്കണം. ഇപ്പോൾ ഇത് 21 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ വരുന്ന ലെങ്ത്ത്. അപ്പോൾ ഒരു 16 സെൻറ്റിമീറ്ററെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് ഡെപ്ത് വേണം. പിന്നെ മുകളിലേക്ക് ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഒരു 3 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോ നമുക്ക് മുകളിലേക്ക് നിൽക്കണം. അപ്പോൾ അതിന് അങ്ങനെയായിട്ട് ഞാൻ ടോട്ടൽ ഒരു 20 സെൻറ്റിമീറ്ററിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിരുന്നാൽ മാത്രമാണ് നട്ട് ഈസി ആയിട്ട് കയറി പോവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു GI ഷീറ്റാണ്. അത് ഇലക്ട്രോളിസിസിൻ്റെ പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ GI ഷീറ്റ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 mm തിക്നെസ് ഉള്ള GI ഷീറ്റാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 8 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയിലുള്ള 20 പീസായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ ഈ ഇലക്ട്രോളിസിസിന് ഉപയോഗിക്കുന്ന പ്ലേറ്റുകളായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 20 പീസുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ നീളത്തിലും 3 സെൻറ്റിമീറ്റർ വീതിയിലും. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ 20 പീസ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരച്ച് വൃത്തിയാക്കുന്നതിന് മുന്നേ, സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് വൃത്തിയാക്കുന്നതിന് മുന്നായിട്ട് നമുക്കിത് ഒരു ഹോൾ കൂടി തുളയ്ക്കുന്നതിൻ്റെ ആവശ്യമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ 8 mm റാഡ് കയറി പോകുന്നതിനായിട്ട്, ത്രെഡഡ് റാഡ് കയറി പോകുന്നതിനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഹോൾസ് തുളയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്. ഒരെണ്ണം തുളച്ചിട്ട് പിന്നെ അതിൻ്റെ മാർക്കിംഗ് വെച്ച് എടുത്താലും മതി. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇത് തന്നെ ഇട്ട് ഇനി മാർക്ക് ചെയ്ത് നമുക്ക് ഹോളുകൾ ഒളിച്ചെടുക്കാം. ഒരെണ്ണത്തിൻ്റെ സെയിം അളവ് തന്നെ എല്ലാത്തിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അങ്ങനെ നമ്മുടെ ഇതുകളൊക്കെ കട്ട് ചെയ്ത് തുളച്ച് കഴിഞ്ഞു. ഇപ്പോൾ 20 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിലേക്ക് നമ്മുടെ റാഡൊക്കെ ഈസി ആയിട്ട് കടന്നു പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, സിമ്പിളാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഉരയ്ക്കണം. പിന്നെ ഇതുമേ നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡ്ജൊക്കെ നമുക്ക് കൈയൊന്നും കൊണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ ഉരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഏരിയ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോളിസിസ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഉരച്ചെടുക്കാം. അതിന് തന്നെ എഡ്ജൊക്കെ ഒന്ന് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയെ കൊണ്ട് മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മോൾ ഭാഗം കൂടി നമുക്കൊന്ന് ഉറച്ചെടുക്കാം. അങ്ങനെ കണ്ടോ, ഇതുപോലെ ക്രോസ് മാർക്കിങ്സ് കണ്ടോ, ഇതേപോലെ ക്രോസ് മാർക്കിങ്സ് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഉറച്ചെടുക്കാം. കണ്ടില്ലേ? ഈ സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ സൈഡും ഉറച്ചെടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും അത്യാവശ്യം ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഉള്ള എല്ലാ പീസും നമുക്ക് ഉറച്ചെടുക്കണം. നമ്മുടെ പ്ലേറ്റുകളെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ഉറച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ രണ്ട് റാഡുകളായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കോണ്ടാക്റ്റ് വരരുത്, ഇങ്ങനെ ഒരു രീതിയിൽ ഇരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ അടപ്പുമ്പോൾ മുന്നേ നമ്മൾ ഹോൾ തുളച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? ഇതുപോലെ ഹോളുകൾ തുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ടിരിക്കാനായിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന സ്കെയിലാണ്, ഒരെണ്ണം മോൾ ഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ റാഡിൻ്റെ അടിഭാഗത്തും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 10 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്, രണ്ട് സ്കെയിലും. എന്നിട്ട് നമുക്ക് നമ്മൾ ഹോൾസ് തുളച്ചെടുക്കാം. കറക്റ്റ് ഇതിൻ്റെ ഇതേ മെഷർമെൻറ്റ്സിൽ തന്നെ ഹോൾസ് തുളച്ചെടുക്കാം. ഓക്കെ, നമ്മൾ സ്കെയിൽസ് തുളച്ച് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കണം. ഈ ബോൾട്ടുമേക്ക് നട്ട് ചെയ്ത് നല്ല ടൈറ്റ് ആക്കി വെക്കണം. അപ്പോൾ 1 ഇഞ്ചോളം നമ്മൾ തള്ളിയിട്ടിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാനുള്ളതാണ്, അതായത് ബോട്ടിലിന് പുറത്തേക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ നട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്യാണ്. നമ്മൾ എടുത്തിരിക്കുന്ന നട്ട് ഇതാണ്, ഇതിന് സ്യൂട്ടായിട്ടുള്ള 8mm നട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1 ഇഞ്ച് നമ്മൾക്ക് പുറത്തേക്ക് എന്തായാലും തള്ളി നിൽക്കണം. അപ്പോൾ ആ ഭാഗത്തിന് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു നട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മളുടെ ഈ സ്കെയിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഇൻസേർട്ട് വെക്കണം. ഇനി വീണ്ടും ഒരു നട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത് നട്ടിട്ട് ഞാൻ ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനൊരു 1 ഇഞ്ച് കനത്തിൽ പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ നട്ടിട്ടു. ഇനി അതും ഞാൻ ടൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതും നമ്മൾ ടൈറ്റ് ചെയ്തു. കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ? ഇപ്പോൾ ഇതുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റും ഇല്ല, പക്ഷെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് മെറ്റൽ പ്ലേറ്റുകൾ വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മെറ്റൽ പ്ലേറ്റ് നമുക്ക് ഇടാം. ഞാനിപ്പോൾ മെറ്റൽ പ്ലേറ്റ് ഇട്ടു. അത് നേരത്തെ പോലെ ഇങ്ങനെ നട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വരെ എത്തി ടൈറ്റ് ചെയ്തു. ഇതും ടൈറ്റ് ചെയ്യാണ്. കണ്ടില്ലേ? ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു 2 നട്ട് ഇട്ടിട്ട് വേണം അടുത്ത പീസ് ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് വരും. അങ്ങനെ കോണ്ടാക്റ്റ് വരാൻ പാടില്ല. കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റാഡുകൾ തമ്മിലുള്ള ഇലക്ട്രോളിസിസ് നടക്കില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നട്ട് ഇട്ടു. ഇനി നമുക്ക് അടുത്തൊരു പ്ലേറ്റ് വെക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് തമ്മിൽ കോണ്ടാക്റ്റ് വരില്ല. അപ്പോൾ അടുത്ത നട്ട് ഞാൻ ഇട്ട് ടൈറ്റ് ചെയ്യാണിത്. അങ്ങനെ അതുപോലെ ഈ പ്ലേറ്റും നമ്മൾ ടൈറ്റ് ചെയ്യാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്ലേറ്റുകളും ടൈറ്റ് ചെയ്ത് തരണം. ഇപ്പോൾ കണ്ടില്ലേ? ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടില്ലേ? ഇതുപോലെ എല്ലാ പ്ലേറ്റുകളും അതേപോലെ ഇത് ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലേറ്റുകളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. കണ്ടില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്കെയിലിൻ്റെ പീസില്ലേ, രണ്ടാമത്തെ പീസ്, അപ്പോൾ അത് ഞാനിത് ഇട്ടിട്ട് അത് ഏറ്റവും അവസാനം എൻഡിൽ ഇട്ടിട്ട് ഞാൻ ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ 2 പീസുകളാണ് ഇതിന് ആ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാം, അഴിഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തു. ഇനി ഞാൻ സ്പാനർ എടുത്തൊന്ന് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫുൾ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്നില്ല. അതായത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകളും ഒന്നുമില്ല. ആകെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോണ്ടാക്റ്റുകൾ വെച്ചേക്കുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ, ഈ സ്കെയിലിൻ്റെ കോണ്ടാക്റ്റ്. വേറെ യാതൊരുവിധ കോണ്ടാക്റ്റുകളും ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഇലക്ട്രോളിസിസ് നടത്താനുള്ള റാഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് നമ്മുടെ കണ്ടെയ്നറിൽ ഇറക്കി വെച്ച് നോക്കാം. നമ്മുടെ കണ്ടെയ്നറിൽ ഇത് ഈസി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഈസി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ലിഡുമേക്ക്, നമ്മുടെ ഈ ലിഡില്ലേ, ഈ അടപ്പുമേക്ക് നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ നമുക്ക് കളക്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുക്കറിനൊക്കെ ഉപയോഗിക്കുന്ന വെൻറ്റ് ട്യൂബ് ഇല്ലേ, നമ്മുടെ വെയിറ്റ് ഒക്കെ ഇടുന്ന വെൻറ്റ് ട്യൂബ്, ആ വെൻറ്റ് ട്യൂബാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 4 mm ആണ് ഇവിടെ ഈ സൈസ് വരുന്നത്. അപ്പോൾ 4 mm ഒരു ഹോള് നമുക്ക് ഇവിടെ തുളയ്ക്കണം. 4 mm ഹോള് തുളച്ചു.
ഇനി നമുക്കിത് ഒരു ഇത്തിരി ടൈറ്റ് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ടൈറ്റായിട്ട് എടുത്തേക്കുന്നത്. നമുക്കിത് ത്രെഡ് ചെയ്തൊന്നും ബലം കൊടുത്ത് തന്നെ കയറ്റേണ്ടി വരും. ഇനി ഈ ഭാഗവും നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിൽ കൂടെ ഹൈഡ്രജൻ്റെ ലീക്കേജ് ഒന്നും വരില്ല. നമുക്ക് ഡബിൾ ഷുവർ ആക്കാൻ വേണമെങ്കിൽ നമുക്ക് MC-ലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഹോളായതുകൊണ്ടും ഇത് കുക്കറിൻ്റെ വെൻ്റ് ആയതുകൊണ്ടും വെൻ്റ് ട്യൂബ് ആയതുകൊണ്ടും അങ്ങനെ ലൂസൊന്നും വന്ന് ഹൈഡ്രജൻ പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റാഡ് നമ്മുടെ ഈ കുപ്പിയുടെ അടപ്പുമേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് 2 വാഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹോളിലേക്ക് കടത്താം. ഇനി നമുക്ക് 2 വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഹൈഡ്രജൻ കളക്ട് ചെയ്യണം. അതായത് നമ്മളിത് ഇതിൽ നിന്ന് പോകുന്ന ഹൈഡ്രജൻ ഒരു ബബ്ലറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 3 mm ട്യൂബ് ഇട്ടിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 3 mm ട്യൂബാണ്. ഇതൊരു 50 cm ഞാൻ കട്ട് ചെയ്യാണ്. നമുക്ക് ഇറക്കി വയ്ക്കുന്നത് നല്ല ടൈറ്റായിട്ട് തന്നെ. നമ്മുടെ വെൻ്റ് ട്യൂബിലേക്ക് നന്നായിട്ട് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബോട്ടിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്ന സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബബ്ലർ ഉണ്ടാക്കണം. അപ്പോൾ ബബ്ലറിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 750 ml ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് നേരത്തെ കാണിച്ച പോലെ 2 വെൻ്റ് ട്യൂബാണ് നമ്മൾ ഇതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 mm 2 ഹോൾസ് ഇതിൽ തുളയ്ക്കാം. നമ്മുടെ ഹോൾസ് 2 തുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ വെൻ്റ് ട്യൂബ് നമ്മൾ കയറ്റാൻ പോവാണ്. നമ്മുടെ ഈ അടപ്പുമേക്കും നമ്മുടെ വെൻ്റ് ട്യൂബ് കയറ്റിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ 3 mm ട്യൂബ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. നമ്മുടെ വെൻ്റ് ട്യൂബുമേക്ക് ഞാനിപ്പോൾ ഈ വാട്ടർ ലെവൽ ട്യൂബ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 1 മീറ്റർ ലെങ്ത്തോളം ഞാനിപ്പോൾ ഇടാണ്. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ ഹൈഡ്രജൻ ബബ്ലറി എന്ന് പറഞ്ഞ ഹൈഡ്രജൻ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലെങ്ത്തിൽ തന്നെ ഇടാം. ഇനി നമ്മുടെ അടുത്ത ഹോളിലേക്ക് നമ്മുടെ അടുത്ത വെൻ്റ് ട്യൂബ് കയറ്റാണ്. അപ്പോൾ അതും നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഹൈഡ്രജൻ്റെ ജനറേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്ന് വരുന്ന, അതായത് ഈ ബോട്ടിലിൽ നിന്ന് വരുന്ന ഇതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്ത് കൊടുത്തുനിന്ന് വരുന്ന ഇലക്ട്രോളിസിസിൽ നിന്ന് വരുന്ന ട്യൂബിൻ്റെ അവിടെ നമ്മൾ സാധാരണ വെൻ്റ് ട്യൂബിൻ്റെ ഇതല്ല ഇടുന്നത്. ഒരു നട്ട് മേടിച്ചിട്ടുണ്ട്, ചെറുത് വീതി കുറഞ്ഞ നട്ടാണിത്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ട്യൂബും കൂടി കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നട്ട് തന്നെ ഇട്ടേക്കുന്നത്. നമുക്ക് ഇവിടേക്ക് ഇത്തിരി ഒരു ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് MC-ലിട്ട് കൊടുക്കാം. നമ്മുടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുന്ന ഭാഗത്ത് നിന്ന് വന്ന ട്യൂബ് ഉണ്ടല്ലോ, ഹൈഡ്രജൻ കളക്ട് ചെയ്യുന്ന ട്യൂബ്, അവിടെ ഇപ്പോൾ നമ്മൾ നട്ടിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു പേന നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യാനുള്ള ഹൈഡ്രജൻ ജനറേറ്റർ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പവർ കൊടുക്കാനായിട്ട് നമ്മളൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് നല്ല സ്പീഡപ്പായിട്ട് റിയാക്ഷൻ നടക്കാനായിട്ടാണ്. ഇതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണണ്ടേ? അപ്പോൾ ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു 3 ടീസ്പൂണോളം നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതിൽ ഇടാം. അപ്പോൾ ഞാനിത് അഴിച്ചു. എന്നിട്ട് ഒരു 3 സ്പൂണോളം അത്രത്തിൻ്റെയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. എന്താ വെച്ചാൽ റിയാക്ഷൻ ഇത്തിരി ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു കാറ്റലിസ്റ്റിക് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇടുന്നത്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, റിയാക്ഷൻ പക്ഷേ ഭയങ്കര സ്ലോ ആയിരിക്കും. ഇപ്പോൾ 3 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളമാണല്ലോ നമ്മുടെ മെയിൻ ഘടകം. അപ്പോൾ അതിൽ വെള്ളം നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ടോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് പതുക്കെ അലിഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് നടക്കാം. കണ്ടില്ലേ, അലിയണ കണ്ടില്ലേ പതുക്കെ. നമുക്ക് പതുക്കെ ഒന്ന് വേണമെങ്കിൽ കുലുക്കി നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കുലുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേറ്റ്സ് ഒക്കെ ഇളകി പോരും. ഇനി നമുക്ക് നമ്മുടെ ഈ ബബ്ലറിൽ വെള്ളം നിറയ്ക്കാം. അതിൽ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ വെള്ളം തന്നെ നിറച്ചാൽ മതി. നമുക്കൊന്ന് കാണാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രജൻ ഭയങ്കര ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പെട്ടെന്ന് എക്സ്പ്ലോഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബബ്ലറും കൂടി വെക്കുന്നതിൻ്റെ പർപ്പസ്. മെയിൻ പർപ്പസ് നമുക്കിത് കാണാനും സാധിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പോകണം ഇലക്ട്രോളിസിസ് നടത്താനായിട്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, നോക്കിയേ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്ന പോലെ ഇവിടുന്ന് ബബിൾസ് ഒക്കെ ചെറുതായിട്ട് വരുന്നത് കണ്ടില്ലേ, ഇൻസൈഡ് കണ്ടില്ലേ. ഇനി കുറച്ച് നേരത്തിനകം നമുക്ക് ഇവിടെ ബബിൾ വന്നു കൊടുക്കും. അമ്മേ, ചെവിട് മോളി.
ഓ അവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കായിരുന്നു. പക്ഷെ എന്താല്ലേ അതൊരു ഹൈഡ്രജൻ റിയാക്ഷൻ നടത്തിയതാ. ചെവിട് പൊളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഹൈഡ്രജൻ ജനറേറ്റർ വെച്ചിട്ട് കുറച്ച് ഹൈഡ്രജൻ നമ്മുടെ ഈ ബോട്ടിലൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്സ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഞാൻ എടുത്തുന്ന ഒരു 10 രൂപയുടെ സാധാരണ ഒരു മാംഗോ ഡ്രിങ്കിന്റെ ബോട്ടിലാണ്. ഇതിൽ ഹൈഡ്രജൻ നിറച്ചിട്ട് നമ്മളൊന്ന് കത്തിച്ച് നോക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ ഭയങ്കര എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് ഞാൻ മുന്നേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പൊട്ടിത്തെറിച്ചു. ഇത് നമ്മുടെ ഒരു പുതിയ സെറ്റപ്പ്, ലിഡൊക്കെ പുതിയതാ, കാരണം ഇത് പൊട്ടിത്തെറിച്ച കാരണം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബ്ലാസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഹെൽമെറ്റ് ഒക്കെ വെച്ചേക്കുന്നത്. നമ്മുടെ ഹൈഡ്രജൻ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി മേക്കുള്ള കണക്ഷൻ ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്ത് തുടങ്ങി, കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മുടെ ഈ ബോട്ടിൽ നമ്മൾ നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോട്ടിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇതിലെ ഈ ബബിൾസ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മുന്നേ നമുക്ക് അങ്ങനെയാണ് സംഭവിച്ചത്, ബ്ലാസ്റ്റിങ് സംഭവിച്ചത്, കണ്ടില്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹൈഡ്രജൻ ഇതിൽ കൊണ്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോട്ടിൽ തന്നെ ഇങ്ങനെ പിടിച്ചതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈഡ്രജൻ ഇതിന്റെ ടോപ്പിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ താഴത്തോട്ട് ഇറങ്ങിയാണ് വരാം. അപ്പോൾ ഹൈഡ്രജൻ ഒരിക്കലും എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബോട്ടിൽ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബബിൾസ് വരുന്നത് കാണാം, ഇതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ ഹൈഡ്രജൻ ഒരുവിധം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് ഡിസ്കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുകയാണ്, കാരണം ഹൈഡ്രജൻ എസ്കേപ്പ് ആവാതിരിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയുണ്ടായി നമ്മുടെ ഇന്നത്തെ ഹൈഡ്രജന്റെ വീഡിയോ, നമ്മുടെ ഹൈഡ്രജൻ ജനറേറ്ററും ബ്ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ട്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുക, കാരണം ഹൈഡ്രജൻ ഭയങ്കര എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. അതുകൊണ്ട് അതിൻ്റെതായ സേഫ്റ്റി മെഷേഴ്സ് കുട്ടികളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കിട്ടുന്ന സെറ്റ് ബോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു കിടിലൻ കണ്ടന്റ് വരുന്നതായിരിക്കും. ബൈ ബൈ.